വൃദ്ധദമ്പതികൾ ദുബായിലേക്ക്. ഒരു വർഷത്തെ കച്ചവട ലാഭം കൊണ്ട് എറണാകുളത്തുള്ള 60 വയസ്സുള്ള വൃദ്ധദമ്പതികൾ ദുബായിൽ കറങ്ങാൻ പോകുന്നു. പദ്ധതി വായിച്ചു തുറച്ചില്ല. ചേട്ടത്തി തങ്ക ചേട്ടത്തിയേ എന്തിനാണെന്ന് വിളിക്കുന്നത്? തങ്കം തങ്കം വാ. ഇതിനെ കണ്ടാലോ? കേട്ട് പഠിക്കടി, നന്നായിട്ടുണ്ടെന്ന് അറിഞ്ഞ. പണ്ടത്തെ സിനിമയിലെ ബാലങ്കനാരെ പോലെ ഇരിക്കുന്നു. നമ്മുടെ പാർട്ടിയിൽ ഇതേപോലത്തെ യൂണിഫോം മതി ക്ലീറ്റോ. കോമാളി വേഷം കെട്ടിട്ട് പാർട്ടിയിൽ പോവാനാ അമ്മാവ. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിച്ചാ മറ്റേ ചീരത്തോട്ടത്തിൽ വെച്ചാൽ വവ്വാലിന്റെ ശല്യം ഉണ്ടാവില്ല. ചീരത്തോട്ടത്തിൽ വെക്കാനല്ല, ചീരത്തോട്ടൊക്കെ നിർത്തി ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണമെന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു, ഇനി വേറെ രാജ്യത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ രീതിയാണിത്. അമ്മ ചേര തിന്നാൻ വേണ്ടി വേറെ രാജ്യത്ത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അയ്യത്തിറങ്ങി പൊലത്തി കയറ്റൊരു ചേര എടുത്ത് കട്ട് ചെയ്ത് വറുത്ത് കഴിച്ചാ പോരെ? ആരോടാണ് ഞാൻ ഈ ഉപമ പറയുന്നത്? എവിടെ പോണമ്മാവൻ? ഞാന് പറഞ്ഞു കൊടുക്കടി. അസർബൈജാനില്. അസർബൈജാൻ. ഇനി മുതൽ അവിടെ താമസിക്കുവാന്ന്, കൃഷി ചെയ്യാൻ. അതേതാ സ്ഥലം? അത് ഇവിടുന്ന് എന്തായാലും അതിന്റെ അടുത്ത രാജ്യത്തിന്റെ പേര് പറഞ്ഞെന്താ? ഹംഗറിയോ യുറേഷ്യയോ അങ്ങനെ എന്തോ പറഞ്ഞു. ഒരു 13-14 മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്ര ഉണ്ടെന്നല്ലേ പറഞ്ഞു. അതൊക്കെ വല്ല ആൾവാസമില്ലാത്ത സ്ഥലമായിരിക്കും. മലയാളികളുണ്ട് അവിടെ. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ മണ്ണാണെന്നാ പറഞ്ഞു കേട്ടു. പിന്നെ ഇന്ത്യൻ മണി വെറും 3000 രൂപയാണ് സെന്റിനുള്ളൂ. അങ്ങനെ അവിടെ ഒരു 20 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് കൃഷി ചെയ്ത് ജീവിക്കാനാണ് പരിപാടി. അപ്പൊ ഇവിടെ മലയാളികൾ ഗിരിരാജന്റെ ചീര തിന്നണ്ടെന്നാണ്? അല്ല, അത് അത്രയും നന്നായി വേണേ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം. ഇപ്പൊ ഇവിടെ കൃഷി ചെയ്താ പോരെ? ഇപ്പൊ അങ്ങോട്ട് പോണേന്തിനാ? അവിടെ വെച്ച് അമ്മാവിന് വല്ല അസുഖം വന്നാൽ ആര് നോക്കും? ജഡി കോടിക്കണക്കിന് ഉറുപ്പ്യ വരുമാനം ഉണ്ടാവും അവിടെ പോയാൽ. പിന്നെ അവിടെ ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുണ്ട്, മലയാളികളുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണേ? അമ്മാവിന് ഇപ്പൊ എന്തിനാ കോടികള്? അത് കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യം ആർക്കായാലും വേണ്ടേ? സമ്പാദ്യം ഉണ്ടെങ്കിൽ എന്നെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അമ്മാവൻ എല്ലായിടത്തും തലയിടിച്ച് വീണോ? ഇല്ല, ഇത് ഞാൻ വളരെയധികം ആലോചിച്ചിട്ടാണ്. അവിടെ ഇന്ത്യൻ മണി സെന്റിന് 3000 എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഒരു 20 ഏക്കർ സ്ഥലത്തിന് ഒരു 60 ലക്ഷം രൂപ ചെലവ് വരും. 60 ലക്ഷം രൂപ അമ്മ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാക്കുന്നു? എടാ, എൻ്റെ കൃഷിയിടവും പിന്നെ എൻ്റെ വീടും വസ്തുവൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒരു 10-60 ലക്ഷമൊക്കെ എൻ്റെ കാണും. ദൈവമേ, ഇതെന്തീ പറയണത്? എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ കൊച്ചേ. ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ പോകുമെന്നും പറഞ്ഞ് നിൽക്കുക. അതെ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും മാറ്റമില്ല. ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ വരണമെന്നില്ല, വേണമെങ്കിൽ വരാം. ഞാൻ വരുന്നില്ല. അപ്പൊ ഒരു വിസ ഒറ്റയ്ക്കായാലും പോകുമെന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയി പോയല്ലോ. ഇതിപ്പോ ഇവരെ എങ്ങനെ പരിചയപ്പെട്ടു അമ്മാവൻ? എന്റെ മോളെ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരം കണ്ട ഒരു കർഷക സംഗമത്തിന് പോയില്ലയോ? അന്ന് ഈ തിരുവനന്തപുരത്തുള്ള 2 അവന്മാരെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അവന്മാരാ ഇതിന്റെ പിന്നില്. എന്റെ ദൈവമേ, ബാക്കിയുള്ളവരുടെ സമാധാനം പോയിന്ന് പറഞ്ഞാൽ മതി. ഇതെല്ലാം കൂടെ വിറ്റ് പിറക്കി ഇങ്ങനെ പോയാ നമ്മളെന്തോ ചെയ്യൂടി? ഞാൻ എന്തോ ചെയ്യും? നീ ആലോചിച്ച് നോക്ക്. അമ്മാവന്റെ കൂടെ അങ്ങ് പോവല്ലോ. അതിപ്പോ എന്താണ്? ഞാൻ പോകുന്നില്ല. അപ്പൊ അമ്മാവനെ ഒറ്റയ്ക്ക് വിടാനാ? എടി, പോവണ്ടെന്നാ എന്റെ ആഗ്രഹം. പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന കാര്യം? പിന്നെ ആര് പറഞ്ഞ കേക്കും? ഇങ്ങേര് ഒരു വഴിയുണ്ട്. എന്തുവാ? അമ്മായിയുടെ അമ്മാവനോട് പറ. നല്ല കാര്യമായി. എനിക്ക് പിന്നെ ഇങ്ങനെ കയ്യും കാലും അങ്ങനെ അടിച്ചോടിക്കും. പിന്നെ ഞാനത് കാണണ്ടായോ? പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ പറയും. എടാ, നിനക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ ഒരു നല്ല അവസരമാണ്. നീയോ നിനക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ ക്ലീറ്റോനോടോ പറഞ്ഞിട്ട് എൻ്റെ ചീരത്തോട്ടവും വീടും പറമ്പൊക്കെ കച്ചവടമാക്കാൻ പറ്റിയ നല്ല കമ്മീഷൻ കിട്ടും. എനിക്കതാണ് അങ്ങോട്ട് മനസ്സിലാവാത്തത്. പൊന്നുപോലെ സ്വന്തം ശരീരത്തെക്കാളും നോക്കിയെടുത്ത് ഈ ചീരത്തോട്ടം വിട്ടിട്ട് ഇപ്പൊ ജാഫർ ഖാനിലോട്ട് പോകേണ്ട കാര്യം എന്താണ്? ജാഫർ ഖാൻ അല്ലടാ, അസർബൈജാൻ. അവിടെ പോയിട്ട് ഇത് കച്ചവടം ഈ പറയുന്ന പോലെ കൃഷി നടന്നില്ലെങ്കിൽ പണി വാളത്തില്ലേ? അതെ, ഈ വീട്ടിലെ എൻ്റെ ചേച്ചി, എൻ്റെ അളിയൻ, എൻ്റെ അച്ഛനൊക്കെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഞാൻ ഉഴപ്പി നടക്കുമെന്ന് പേടിച്ച് നടന്നിരുന്നവരാ. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മണ്ണിലിറങ്ങി പണിയെടുത്തിട്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത്.
മനസ്സിലായോ? അപ്പോൾ കൃഷിയെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കൃഷി ഓഫീസറെ കണ്ട് സംസാരിച്ചു. എന്ത്? അസർബൈജാൻ എന്ന സ്ഥലത്തെക്കുറിച്ച് പഠിച്ചു. എന്ത്? അവിടെ തണുപ്പ് സ്ഥലമാണ്, ഏത് കാലവും കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് അവിടെ. ഇവിടെ എങ്ങനെ വിശ്വസിച്ച് കൃഷി ചെയ്യും? എന്താ ചെയ്താലും കുഴപ്പം? ഇവിടെ ഓർക്കാപ്പുറത്ത് വെയിൽ, മഴ, പ്രളയം, എത്ര നഷ്ടം എനിക്ക് സംഭവിച്ചത്. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കണം. ഞാൻ വർഷങ്ങൾക്കുള്ളിൽ കോടികൾ സമ്പാദിക്കുന്നതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പറയുന്ന വെള്ളപ്പൊക്കം, പ്രളയം റിയാസ് ഖാനിലും വരത്തില്ലേ? റിയാസ് ഖാൻ അല്ലടാ, അസർബൈജാൻ. അവിടെ വരത്തില്ലേ? പക്ഷെ അവിടെ തണുപ്പാണ്, അവിടെ പ്രളയമില്ല. പോവാൻ തീരുമാനിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു. ഹലോ, അതെ ഗിരിരാജനാണ്. അസർബൈജാൻ. അയ്യോ എൻ്റെ സാറന്മാരെ, അപ്പം നിങ്ങൾ വരുന്ന കാര്യം ഒന്ന് ആദ്യം പറയണ്ടേ? ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലല്ല, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. കുഴപ്പമില്ല, എനിക്ക് തിരക്കില്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഞാനേ ഇവിടുത്തെ ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാം, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ല, അത്ര ദൂരമൊന്നുമില്ല. ഞാൻ ഇവിടെ ഉണ്ട്. ശരി ശരി. ആര്? പിന്നെ അസർബൈജാനിലേക്ക് കൊണ്ടുപോയില്ലേ, അവിടുത്തെ പൗരത്വമുള്ള 2 മലയാളികൾ അവരിങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? നീ അവർക്ക് ലൊക്കേഷൻ മാപ്പ് എന്ന് പറഞ്ഞു. അല്ല, അവരിപ്പോ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്ത്? ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ? അപ്പൊ അംജദ് ഖാനി പോവാൻ തന്നെ തീരുമാനിച്ചു. അസർബൈജാൻ. ശരി, ഉണ്ടാ പ്രാർത്ഥിക്കടാ. ഞാൻ പോയി അവിടെ സെറ്റിലായാൽ നിന്നെ കൊണ്ടു, ക്ലീറ്റോനെ കൊണ്ടു, പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി താമസിക്കാം. പിന്നെ അങ്ങനെ ആണെങ്കിൽ വരുന്നവർക്കേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയട്ടെ. അത് ന്യായം. ചെല്ല്, തങ്കത്തിനോട് വെള്ളം എന്തെങ്കിലും റെഡിയാക്കാൻ പറ. ഇമ്രാൻഖാനിൽ പോയിട്ട് തന്നെ കാര്യം. എടാ അസർബൈജാൻ. മയ്യേ, ഓ എന്തോടാ? മറ്റേ മാമൻ പറഞ്ഞു, മറ്റേ ജാനമഞ്ചാനി എന്നുള്ള ആൾക്കാർ ഇപ്പോൾ വരും. മറ്റേ ഉസ്ബെക്കിസ്ഥാൻ എന്തോ. അസർബൈജാൻ. അവിടെ നിന്നുള്ള മറ്റേ ഏജന്റോ വിസയുടെ ആൾക്കാർ ഇപ്പോൾ വരും. അവർക്ക് കുടിക്കാനും ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ? ഫോൺ ചെയ്തു. തീരുമാനിച്ചപ്പോ അല്ല, അവർ ഇന്നെന്തോ മീറ്റിങ്ങോ കണ്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ വെച്ച് കൂടാന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇങ്ങ് വന്നേ ഇങ്ങോട്ട്. ഒരു ജോലി എന്താടാ? എടാ അവര് വരുന്നടാ, അവിടുന്ന് വരുന്നവര്. അമ്മാവനെ കാണാൻ വേണ്ടി വരുന്ന വല്ല പൈസയൊക്കെ കൊടുക്കാനായിരിക്കും. എടാ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ മനുഷ്യൻ. ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ? ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മാവൻ അവിടെ പോണമെന്ന് ശക്തിയുക്തം തീരുമാനിച്ചു. ഇതിപ്പോ നല്ല കൊച്ചു പിള്ളേര് വല്ലതും ആണെങ്കിൽ നമുക്ക് തല്ലിയിട്ട് പിന്തിരിപ്പിക്കായിരുന്നേ. ഇതിപ്പോ അമ്മാവനായി പോയില്ലേ? ക്ലീറ്റോ, ഈ വരുന്നവര് നല്ലവരാണോ ചീത്തവരാണോ പറ്റിക്കാനാണോ കൊണ്ടുപോണേന്ന് ആർക്കറിയാം? പറ്റിപ്പിന്റെ കാര്യത്തെക്കുറിച്ച് ക്ലീറ്റോന് പിന്നെ ആരും ക്ലാസ് എടുത്ത് തരേണ്ട കാര്യമില്ലല്ലോ. അത് പോയിന്റ്. അതിനിടയ്ക്ക് അവൾ അങ്ങോ അതിനിടയ്ക്ക് മതി മതി മതി. ഞാൻ ശരിക്കും നല്ല കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് ഒരാളെ പറ്റിക്കണവരും പറ്റിക്കാത്തവരൊക്കെ എനിക്ക് തിരിച്ചറിയാം. നീ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ. കാട് കയറി ചെന്ന് നിനക്ക് അല്ല, ഒരിക്കലും അല്ല. ശരി ശരി ശരി, അമ്മാവന്മാര് വരട്ടെ. വരുമ്പോ ഞാൻ ഡീൽ ചെയ്തോളാം. നീ അവരുടെ കഴിക്കുന്ന പേപ്പറുകളൊക്കെ ഒന്ന് നന്നായിട്ട് പരിശോധിക്കണം. എല്ലാം ഞാൻ നോക്കാം. ഇതെന്റെ ചേച്ചിയുടെ വീടാണേ. അതെ അതെ. ഞാന് ഈ ചീരത്തോട്ടത്തിലെ പണിയില്ലാണ്ട് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നേരെ ഇവിടെ വരും. ഞാൻ അധികം സമയം ഇവിടെയാ. ഇത് ചേച്ചിയുടെ മകളുടെ ഭർത്താവ്, ഞങ്ങളുടെ മരുവൻ. രാഷ്ട്രീയത്തിലൊക്കെയാണ്. പക്ഷേ MLA ഞാൻ MP സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നോട്ടം. MLA അതിന് താല്പര്യമില്ല എനിക്ക്. പിന്നെ ചേച്ചിയുടെ മോൻ പോലീസിലാണ്, കോൺസ്റ്റബിള്. അച്ഛൻ മരിച്ചിട്ട് ജോലി കിട്ടേ, അതായത് മാമൻ മരിച്ചിട്ട് ജോലി കിട്ടും. എന്തിനാ ഇവിടെ പറഞ്ഞു? ഇതിന് പറയേണ്ട കാര്യമില്ല, പറയണ്ടേ? ഒരാളെ പറ്റി പോയിട്ട് പറയണം. നീ MLA ഉണ്ടാളെന്ന് ഞാൻ നന്നായി പറഞ്ഞില്ലേ? അതുകൊണ്ട് അപ്പോൾ അതേമാതിരി ഇത് എന്തിനാ നീ അച്ഛൻ മരിച്ചില്ലെന്ന് പറയണോ? ഉള്ള കാര്യം പറയണമല്ലോ. അല്ല അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാർ? ഇല്ല, ഇത് മധുരമൊക്കെ കറക്റ്റ് ആണോ? ഒരു ചെറിയ പ്രശ്നമുണ്ടേ. അല്ല, ഇപ്പോൾ സാർ ഇപ്പോൾ 12 പേരല്ലേ കൊണ്ടുപോകണത്. അതിലിപ്പോൾ 10 പേരായി. പിന്നെ ഞാനും എൻ്റെ ഭാര്യയാണല്ലോ പറഞ്ഞത്. ഭാര്യ വരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, വേറെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആരെങ്കിലും കൂടെ വിളിച്ചാൽ മതി, അവിടെ കൂട്ടിനുണ്ടാവുമല്ലോ. അല്ല, ബന്ധുക്കൾ വേണ്ട, ബന്ധുക്കൾ വേണ്ട. അതെന്തറിയോ, ബന്ധുക്കൾ ആരും ആയി കഴിഞ്ഞാൽ അത് കൃഷിയിലൊന്നും ബന്ധുക്കളും സ്വന്തക്കാരൊന്നും പാടില്ല. ഇപ്പൊ ഞാൻ ഇവിടെ കൃഷി ചെയ്തിരുന്ന ഒരു ബന്ധുക്കളും കുടുംബക്കാരും എനിക്ക് സഹായത്തിനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ ബന്ധുക്കളും കുടുംബക്കാരാണെങ്കിൽ അവകാശം പറഞ്ഞു വരുന്നല്ലാണ്ട് എല്ലാവരും മുതലാളിയാവുള്ളേ, തൊഴിലാളി ഉണ്ടാവില്ല. ഞാനൊരു കാര്യം, എനിക്ക് പരിചയമുള്ള പറ്റിയ ഒരാളേനെ ഞാനൊന്ന് സെറ്റപ്പ് ആക്കാം. ആയിക്കോട്ടെ. 4 ദിവസത്തെ സമയം തരണം.
അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് പകരം ഒരാളേനെ ഞാനൊരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ശരിയാക്കാം. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഞാനേ ഞാൻ ഇതിനിടയ്ക്കൊന്ന് ഇടപെടുകയാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇവരിപ്പോൾ അമ്മാവൻ്റെ അതിഥികളാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങളിങ്ങനെ ഇവിടെ അസർബൈജാനിലാണെന്നും പറഞ്ഞു കേട്ടു. ഒന്നുമല്ല, ഞങ്ങൾ കുടുംബക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ അസർബൈജാനിലാണെന്നും അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണെന്നും നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കമ്പനി ഉണ്ടെന്നും ഇങ്ങനെ വിസ കൊടുക്കണമെന്നും ആളെ കൊണ്ട് പോകുന്നു എന്നൊക്കെ ഉള്ളതിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും. അല്ല, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ബോധ്യമാണ് പെട്ടല്ലോ. അല്ല, എന്നാലും നമ്മളൊന്നും അറിയണമല്ലോ, ഞങ്ങൾ കുടുംബക്കാർ. തീർച്ചയായിട്ടും ന്യായമായ ചോദ്യമാണ് അത് കാണിക്കാം, തീർച്ചയായിട്ടും. അതെ, സാറേ ഇത് നോക്കണം. ഇതാണ് നമ്മുടെ അവിടുത്തെ ചീരത്തോട്ടം, ഇത് അവിടുത്തെ ചീര മാർക്കറ്റ്, ഇത് നമ്മുടെ അവിടുത്തെ സിറ്റിസൺ. പച്ചച്ചീര അവിടെ ഉണ്ട് അല്ലേ? ഇത് നമ്മുടെ അവിടുത്തെ ഓഫീസാണ് സാർ. അതൊന്നോട്ട് മാറ്റിക്കേ, ആ ഫോട്ടോ വേണ്ട. ഓക്കെ, ഇത് അവിടുത്തെ ഓഫീസാണ് സാർ. ആ ഓഫീസ് 2 നിലയാണ്. 2 നിലയാണ്. ജസ്റ്റ് ഔട്ട് ഹൗസാണ് സാറേ. നിങ്ങൾക്കുള്ള അംഗീകാരമൊക്കെ ഉള്ളതൊക്കെ കാണിച്ചു. അപ്പുറത്തുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു നമ്മുടെ ബോധ്യപ്പെട്ടതാണ്. അവിടുത്തെ ഞാൻ അപ്പോൾ വീടാണ്. ബോധ്യപ്പെട്ടോട്ടെ. സാറിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ, ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഇത് മറ്റേ എഗ്രിമെന്റ് അല്ലേ? സൈനൊക്കെ ഇതിനുള്ള ഓപ്ഷനുണ്ട്, പേടിക്കണ്ട. ആ ഇംഗ്ലീഷ് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. മിനിസ്റ്ററുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്താ. അത് കാണിച്ചാൽ വേണ്ട സാർ. അല്ല, അവിടുത്തെ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാർ. 20 ഏക്കറിൽ നിന്ന് 1.5 കോടിയുടെ വിളവ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 3 വിളവ് വരെ കിട്ടും. പ്രതിവർഷം 3 പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും. അതെ, പിന്നെന്താ? ഒരു വിളവെടുപ്പിന് എത്ര രൂപ ചെലവും? ഒരു വിളവെടുപ്പിന് 1.5 കോടി രൂപ കിട്ടും നമുക്ക്. ഒരു വിളവെടുപ്പിന് ഒരു വർഷം 4.5 കോടിയുടെ ലാഭം. അതിൽ നമുക്ക് 50 ലക്ഷം ചെലവ് പോയാലും 4 കോടി ലാഭം. അതെ, 4 കോടി. 4 കോടിയാ? അപ്പൊ ഞാനൊരു 5 കൊല്ലൊക്കെ നിന്നാലോ 20 കോടി ഉറുപ്പ്യ സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഈ ചീര മാത്രം ഡെഫിനറ്റ്ലി 3 വിളവെടുപ്പാണ്. ഒരു വർഷത്തിൽ തീർച്ചയായിട്ടും ഒരു വർഷം 4 കോടി ലാഭം. ഞാൻ പേര് ചോദിക്കാൻ വേണ്ടി. രാജേഷ്. രാജേഷ്. എൻ്റെ ഒരു വിജയ്. വിജയ്. എവിടെ താമസിക്കുന്നു? ഞങ്ങൾ നാലാഞ്ചിറ. മാർവാനിസ് കോളേജിന്റെ റൂബി ഇന്റർനാഷണലിന്റെ 4th ഫ്ലോർ. അവിടെയാണ്. ഓ ശരി. എന്ത് സീരിയസ് ആയിട്ടുണ്ടോ പറയാനുണ്ടെന്നും പറഞ്ഞ് ഈ റൂമിനകത്ത് വരുമെന്നിരിക്കുന്നത്. ഗിരിരാജൻ മാമനെ അസർബൈജാനിൽ പോണെന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. എന്തിന്? എന്തിനാ? അവന്മാർ പറഞ്ഞത് കേട്ടാടാ, ഒരു വർഷം 4 കോടി രൂപയാണ് ലാഭം കിട്ടുന്നത്. അയ്യോ, ഞാൻ കേട്ട് കണ്ണുകളിൽ പോയി അല്ലേ? പിന്നെ അവന്മാരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എല്ലാം നല്ല നീറ്റ് ടീമാണ്. അവിടുന്ന് ഒരുപാട് പേര് അവർ കൊണ്ടുപോകുന്നുണ്ട്, പലരും പോയിട്ടുണ്ടെന്നൊക്കെ നമ്മളെ പാർട്ടിയിലെ ആളുകൾ അന്വേഷിച്ച് പറഞ്ഞു. ഇവിടുന്ന് പലരും ഇവിടുന്ന് വിറ്റുപറക്കി അവിടെ പോയി കോടികൾ സമ്പാദിച്ച് ഇപ്പോൾ ഇവിടെ എന്നിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് ഇടുക്കിയിൽ ഏലവും മറ്റേ കുരുമുളകും ഒക്കെ വാങ്ങിച്ച് ഏക്കർ വാങ്ങിച്ച് ഇവിടെ രാജാവായിട്ട് വിലസുകയാണ്. ഇനി എൻ്റെ ഭാഗ്യം. അമ്മാവനെന്ത് ഭാഗ്യം? ബാധിക്കല്ലേ? ചുമ്മാ അമ്മാവനെ നമ്മൾ വിടുന്നില്ല. ഈ വയസ്സാം കാലത്ത് ഈ അമ്മാവനവിടെ പോയി എന്ത് ചെയ്യാനാണ് ഇനി? നല്ലൊരു തണുപ്പടിച്ചാൽ വലിയവാകും, ശ്വാസം മുട്ടാവും. പക്ഷെ നമ്മളെ നല്ല സമയമാണ്. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം അവിടെ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ റൊണാൾഡോ. 5 കൊല്ലം, ഒരു കൊല്ലം 4 കോടിയാണ് ലാഭം പറഞ്ഞേക്കുന്നത്. ആ 4 കോടിയിൽ ഒരു 50 കൂടെ കുറ, 3.5 കോടി. 3.5 കോടി ആണെങ്കിൽ പോലും 5, 15, ഒരു 10-17 കോടി രൂപ 5 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോടാ റൊണാൾഡോ. ഇവിടെ വന്ന് നമ്മൾ പൊളിക്കും. പക്ഷെ പറഞ്ഞപ്പോൾ എളുപ്പം. എങ്ങനെ പോവും? എങ്ങനെ? അതിനല്ലേ അവന്മാരെ അഡ്രസ്സും സ്ഥലവും എല്ലാം ചോദിച്ച് വെച്ചത്. അതല്ല ഞാൻ കണ്ടുപിടിക്കും. അവന്മാരെ നമ്മൾ വിളിച്ചത് നമ്മൾ പോവും, അമ്മാരെ വിടില്ല. അല്ല, ഇപ്പോൾ പോണതിന് വിസയ്ക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? അത് കൊടുക്കണം. നിനക്കെന്ത് മറിക്കാൻ പറ്റും? വീടിൻ്റെ പ്രമാണം എടുപ്പുണ്ട്. റോസ്മേരിയുടെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവേ ഇതുപോലെ പ്രമാണം മേടിച്ച് വെച്ച് അതിന് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പോയിട്ട് രക്ഷപ്പെടുവാന്ന് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് വെച്ചിട്ട് പൈസ എടുത്താലോ? ഒരു ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ നമുക്ക് കോടികൾ ലാഭം വരെ പിന്നെ എന്താണ് എടുത്തുകൂടാത്തേ? ഞാനും കുറച്ച് മറിക്കാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ പാർട്ടി ഫണ്ടിൽ എന്തെങ്കിലും വന്നാൽ അതിൽ നിന്ന് ഞാൻ പൊക്കും. അതിന് തിരിച്ചാലോട്ട് ഇട്ട് കൊടുക്കാം പാർട്ടി. അത് അല്ല, അപ്പോൾ അമ്മാവൻ ശക്തിയുക്തം നിൽക്കുമല്ലേ? അമ്മാവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം.
എങ്ങനെ? ശരിക്കും നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അമ്മാവ് ഈ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ച ആ രാജാക്കാട് ഒരു ജോയി എന്ന് പറഞ്ഞൊരു കർഷകൻ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് വായിച്ചായിരുന്നോ? അതുകൊണ്ട് തന്നെ വലിയ വിവാദമൊക്കെ ആയി. അതന്നെ പറഞ്ഞു, നമ്മുടെ നാട്ടിലൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ പോകാതിരുന്നത്. അവിടെയാണ് പ്രശ്നം. അതിൻ്റെ വിശദമായ വിവരം ഞാൻ അന്വേഷിച്ചു. ആ ജോയി ഇവിടെ കൃഷി ചെയ്തിട്ടല്ല അയാൾക്ക് ബാധ്യത ഉണ്ടായത്. അല്ല, ഞാൻ അന്വേഷിച്ചതാ. അതായത് ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ അസർബൈജാനിൽ തണ്ണിമത്തം കൃഷി ചെയ്യാൻ പോയതാണ്. തണ്ണിമത്തം കൃഷി ചെയ്യാൻ ഇതുപോലെ ഏതോ ടീം പറഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള എല്ലാം വിറ്റുപറക്കി നേരെ അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് അവിടെ പോയി കൃഷി ചെയ്ത് അവസാനം അവിടെ എന്ത് ചെയ്ത് അവിടുത്തെ കാലാവസ്ഥ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല. വെള്ളമില്ല, തണുപ്പല്ല. അതാ അങ്ങനെ അവസാനം ഇയാൾ തണ്ണിമത്തം കൃഷി ചെയ്തിട്ട് തണ്ണിമത്തം എല്ലാം ചീഞ്ഞഴിഞ്ഞവർ ഒന്നും നേരാവില്ല. എല്ലാം ഇങ്ങനെ ഇത്തരമുള്ള തക്കാളി പോലത്തെ തണ്ണിമത്തൻ. അങ്ങനെ അവന് ബാധ്യതയായി അവസാനം അവിടുന്ന് എല്ലാം ഇനി കയറി വരേണ്ടി വന്നു. ഇവിടെ വന്നപ്പോൾ പറ്റാഞ്ഞിട്ടാവും, തണ്ണിമത്തനെ പറ്റിയ ഒരു കാലാവസ്ഥയായിരിക്കും, അതുകൊണ്ടാവും. അമ്മാവ എന്നിട്ട് അവൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഭാര്യയും മക്കളും വീട്ടിൽ കയറ്റിയില്ല. കാരണം ഇവിടുന്ന് അവരെ പെരുവഴിയിലാക്കിയിട്ട് എല്ലാം വിറ്റുപറക്കി പോയില്ലേ. അങ്ങനെ വിറ്റുപറക്കി പോയാൽ സമ്പാദിച്ചു വരണം. അല്ല, അതാണ്. അപ്പോൾ എന്താണ് അവിടെ ചെന്ന് ബാധ്യത ഉണ്ടായി. ഇവിടെ വന്ന് അവസാനം വീട്ടുകാരും കയറ്റിയില്ല, നാട്ടുകാരെ അടുപ്പിച്ചില്ല, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഏകദേശം നമ്മുടെ നാട്ടിൽ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് അത് വെളിയിൽ വന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ അസർബൈജാനിൽ പോയിട്ട് അമ്മാവൻ ചീരകൃഷി എന്ന് പറഞ്ഞാൽ ഇനി അവിടുത്തെ അല്ല, ഞാൻ കൃഷി ഡിപ്പാർട്ട്മെന്റിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതിന് പറ്റിയ മണ്ണാണ്, കാലാവസ്ഥയാണെന്നൊക്കെ. കൃഷി ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവിടുത്തെ പ്രധാനമായിട്ടുള്ള വിഷയം പ്രാണിയും മറ്റേ കീടങ്ങളൊന്നും ഈ ചീര ഇല തിന്നില്ല. പക്ഷേ നല്ല അസല് പാമ്പുണ്ട്, ചുവന്ന കളറ് പാമ്പ് ഈ ചീരയുടെ മൂട്ടിൽ ഇങ്ങനെ കിടക്കും, പാമ്പും വവ്വാലും. കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരു വർഷം കൃഷി ചെയ്യുമ്പോൾ 3 വിളവെടുപ്പിൽ 4 കോടിയൊക്കെ ലാഭം കിട്ടും. പക്ഷേ ആദ്യത്തെ വിളവെടുപ്പ് കഴിയുമ്പോൾ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് ക്ലോസ്, പാമ്പ് പിടിച്ചിട്ട്. പിന്നെയുള്ള ബാക്കി 2 വിളവെടുപ്പ് അവിടെ ഉള്ളവന്മാരെടുക്കും. പാമ്പിന്റെ കാര്യമൊന്നും പറഞ്ഞു കേട്ടില്ല, അതവര് പറയത്തില്ലല്ലോ. ഇതൊക്കെ ആരും പറഞ്ഞു തരില്ല. പക്ഷേ എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ നമ്മുടേതായ റൂട്ട് വഴി അന്വേഷിച്ചു. ഇനി അമ്മാവനെ ഇപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കണ ആ 2 അജീഷ വിജയ് അവന്മാരെ കുറിച്ച് ഞാനൊന്ന് വഴിയേ ഒന്ന് അന്വേഷിച്ചപ്പോൾ 4-5 ഉള്ള തന്നെ നമ്മുടെ പാർട്ടിയുടെ 2 സുഹൃത്തുക്കൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ റിക്രൂട്ട്മെൻ്റ് എന്നും പറഞ്ഞ് ഉടായ്പ നടത്തുന്ന 2 ടീം ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ അതിൻ്റെ വിശദവിവരങ്ങൾ ബാക്കി അന്വേഷിച്ചിട്ട് വഴിയേ പറഞ്ഞു. അത് ഞാൻ അന്വേഷിച്ചു, നമുക്ക് തെളിവൊക്കെ കാണിച്ചു തന്നതല്ലേ. അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ഈ വിവരങ്ങൾ ആരെങ്കിലും അമ്മാവനോട് പറഞ്ഞു? ഈ പാമ്പിന്റെ കാര്യം പറഞ്ഞു? പാമ്പിന്റെ കാര്യം പറഞ്ഞില്ല. ഇല്ലെങ്കിൽ എങ്ങനെയാടാ ഈ ഇത്രയും ചുളു വിലക്കാണ് വസ്തു കിട്ടുന്നത്? അവിടെ ഉള്ളവർക്ക് തന്നെ കൃഷി ചെയ്തപ്പോൾ ഇത്രയും ലാഭം കിട്ടുമെങ്കിൽ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കാം അമ്മാവ, ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോണ്ടെന്ന് വയ്ക്കാം. ഞാൻ പോണില്ല. ഗിരിജ അവിടെ മുഖറുത്തിരിക്കുക. ഞാൻ പോണില്ല എന്ന് തീരുമാനിച്ചെന്ന് പറ, അവളെ ഇങ്ങോട്ട് വിളിക്കും. കർത്താവേ കാത്തു അമ്മാവനെ. അതെ, നല്ല ബുദ്ധി പോയി. ഞാൻ എഴുതിയ തീയെന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കണേ. നിങ്ങൾക്ക് അതാ താല്പര്യം. അമ്മാമൻ എന്നും കൂടെ വേണമെങ്കിൽ അമ്മാമനി പോണില്ല. അതെ, ഉറങ്ങണമെങ്കിൽ വാതിൽ അടച്ചിട്ടിട്ട് ഉറങ്ങണം കേട്ടോ. നിങ്ങളാ ഫോൺ നോക്കിയ ക്ലീറ്റോ, എത്ര നേരം വിളിച്ചു. ഞങ്ങളിത് ഇവിടെ മേളിലെത്തി നമ്മുടെ സാറുമായിട്ട് സംസാരിക്കും. ഇവിടെ രാത്രി പട്ടിശല്യം അതിനെ കുറിച്ച് എന്താണെങ്കിലും ആ ഫോൺ എടുത്തിട്ട് ഇതേ വരുവാന്നൊന്നും പറയാൻ പാടില്ല. അടുത്ത് നിൽക്കണുണ്ടല്ലോ, എടുക്കാത്ത. നിനക്ക് കിടന്നൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിടന്ന് വന്നിട്ട് ഞാൻ വിളിച്ചോളാം. കഴിക്കണുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഞാൻ എങ്ങനെ അറിയാം? ഞങ്ങൾ കഴിച്ചു. ഇത് ഇത്ര നേരം എവിടെയായിരുന്നു? എനിക്ക് പാർട്ടി വണ്ടി നോക്കാൻ പോയി. എനിക്ക് പാർട്ടി മീറ്റിംഗ് ആയിരുന്നു. അവന് വണ്ടി നോക്കിയിട്ട് അപ്പൊ അവൻ പാർട്ടി മീറ്റിങ്ങിന് ഉണ്ടായില്ലേ? അത് കഴിഞ്ഞ് അവൻ അങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. വണ്ടി നോക്കാൻ പോയി. അതെ, മീറ്റിങ്ങിനും പോയി. കഴിച്ചല്ലോ. കിടന്നു. റീറ്റ ഇതാക്കാൻ നേരത്തെ ഈ ഫോണൊന്ന് കുത്തിയിടണേ. തങ്കൻ ചേട്ടത്തി ആളാരാന്നറിയാലോ. കുത്തി ചോദിക്കും എവിടെ പോയിരുന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കും. നാളെ രാവിലെ നിനക്ക് ഇഷ്ടപ്പെട്ട ഗോതമ്പ് പുട്ടും ഉണ്ടാക്കി 2 ഓംലെറ്റും വെച്ച് തരുമ്പോൾ നീ പറയരുത് 5 ലക്ഷം രൂപ കൊടുത്തു എന്നും നമ്മൾ അവിടെ പോകണമെന്നൊന്നും പറയരുത്. പറഞ്ഞ എൻ്റെ വിധം മാറുക. റോസ്മേരിക്ക് അറിയാം. അവൾ പറയത്തില്ല.
ഈ ആവശ്യം പറഞ്ഞിട്ടല്ലോ കൂട്ടുകാരെ നിന്ന് പ്രമാണം വെച്ചിട്ട് 5 ലക്ഷം രൂപ എടുത്തേ. അവള് പറയത്തില്ല, അവളെ വിശ്വസിക്കാം. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. അല്ലേ ഇതൊക്കെ എല്ലാം ആയി കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി. വിളി അത്രേ ഉള്ളൂ. ഈ അത് നിനക്ക് അറിഞ്ഞു ഈ വിളിദോഷം ഉണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നടക്കാതെ വരും. അതുകൊണ്ട് ഇനിയിപ്പം റോസ്മേരി അറിഞ്ഞു തരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പം ഇവിടെ കർത്താവാണ് കേട്ടല്ലേ. ആ ശരി, ഞാൻ റൂമിലോട്ട് പോകാം. ഓ ക്ലീറ്റോ മോനെ, ക്ലീറ്റോ, ഓ ക്ലീറ്റല്ലേ അവിടെ? ആ മോ പൊന്നു ക്ലീറ്റസേ, എൻ്റെ വാക്ക് കേട്ട എത്ര നന്നായി. ഞാനേ അസർബൈജാനിലേക്ക് പോകാതിരുന്നത് എത്ര നന്നായി എന്നറിയോ? എടാ, ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് പോണില്ല എന്ന് തീരുമാനിച്ച് ഇന്ന് രാവിലെ അവിടെ ചെന്നിട്ട് ഞാനില്ല എന്ന് പറയാൻ വേണ്ടി പോയതാ. അപ്പം ഇന്നലെ തന്നെ ആ 2 തട്ടിപ്പുകാർ മുങ്ങിന്ന്. അവിടെ പോലീസും അവർക്ക് കാശ് കൊടുത്തവരൊക്കെ നിന്ന് നിലവിളിക്കുക. ആകെ പ്രശ്നമായി. ഇവർ 2 പേരും വിസ തട്ടിപ്പുകാരാന്നേ. അയ്യോ, പറ്റി അയ്യോ, ഇവനെന്താ പറ്റിയേ? Aliens.